ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു ക്ലിപ്പ് കാണിക്കാം. ആ ഒരു ക്ലിപ്പ് കാണിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ ആർപിക്കകത്തോട്ട് കയറുവാണ്. എനിക്കിത് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് കാണിക്കാം. ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് മാത്രം പ്ലേ ചെയ്തിട്ട് ഞാൻ ഇതാക്കാം. ഇത് ഞാൻ ലീക്ക് ചെയ്തതൊന്നും അല്ല കേട്ടോ. ഇത് കുറേ പേര് കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളിലും കുറേ ഇൻസ്റ്റ കണ്ടന്റിലും ഒക്കെ വന്നൊരു സാധനമാണ്. ഇങ്ങനെ തന്നെ ബ്രോ, നമുക്ക് അറിയാതെ ഇങ്ങനെ തന്നെ പറഞ്ഞ കാര്യമില്ല. അത് കോമ്പറ്റീഷൻ ആയി കഴിഞ്ഞാൽ ഈഗിൾ എങ്ങനെയാ, കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഈഗിൾ ഇങ്ങനെയാണെന്ന്. ബ്രോ ഇത് ആരാണ് പറഞ്ഞെങ്കിൽ ബ്രോയുടെ നമ്പർ ഞാൻ എന്തായാലും ഇവിടെ ബ്ലർ ചെയ്യാണ്. ബ്രോ എന്താ കോമ്പറ്റീഷൻ? അല്ല ഇതുവരെ സ്റ്റിൽ നൗ എന്താ കോമ്പറ്റീഷൻ ബ്രോ? നമ്മളെപ്പോഴാ കോമ്പറ്റീഷൻ എന്ന് പറയണേ? അതായത് ഒന്നുകിൽ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തുല്യമായിട്ടുള്ള ഒരാളോ ഇൻ ഗെയിമിനകത്ത് വരുമ്പോഴാണ് കോമ്പറ്റീഷൻ എന്ന് പറയണത്. ഇതുവരെ MRC vs TVS സിറ്റുവേഷൻ ആയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ RP ചെയ്യുമ്പോൾ എൻ്റെ നോർമൽ വാച്ചിങ് ഇപ്പൊ കറന്റ് ഞാൻ കിക്കിനകത്ത് ഇത് ചെയ്യുമ്പോൾ നോർമലി നമ്മുടെ RP കണ്ട് ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരു 13,000-14,000 പേരുണ്ട്. ഈ 14,000 പേര് കൗണ്ടിൽ RP ചെയ്യുന്ന ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല അതിനകത്ത്. അപ്പോൾ എനിക്കത് കോമ്പറ്റീഷനായിട്ട് തോന്നിയിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് കോമ്പറ്റീഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കോമ്പറ്റീഷൻ ആവുമ്പോൾ ഞാൻ പറയാം ബ്രോ. കോമ്പറ്റീഷൻ ആവുന്ന സമയത്ത് ഞാൻ പറയാം. അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളുടേതായിട്ടുള്ള RPയും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ആ വ്യൂസ് ഫുള്ളാണ്. എനിക്ക് ഡെയിലി കോൺട്രവേഴ്സി ഇടണ്ട. അതിപ്പോൾ RP ആയിട്ട് നമ്മൾ ചെയ്യുന്നത് മെനഞ്ഞാന്നത്തെ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ RP ആയിട്ടാണ് ചെയ്തത് എല്ലാം. മോസ്റ്റ് ഓഫ് ദ ലൈവ് ഇത് കഴിഞ്ഞിട്ടും ഞാൻ ഇരുന്ന് മണിക്കൂറുകളോളം PUBG സ്ട്രീം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ PUBG സ്ട്രീം ചെയ്യുന്ന ആളാണ്. ഇത് മാത്രം ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് RP മാത്രം എൻഡ് ചെയ്തിട്ട് പോണ ഒരാളല്ല. ഞാൻ സ്ട്രീമിങ് അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആൻഡ് അടുത്തത് മെയിനായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ വ്യൂവർഷിപ്പിന്റെ ഫിനാൻഷ്യൽ ബാക്കപ്പ് മനസ്സിലായോ? അതാണ് ഏറ്റവും മെയിൻ. നമ്മുടെ പ്ലേയേഴ്സിന് കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും TVയിലെ പ്ലേയേഴ്സിന് കിട്ടില്ല. കാരണം നമുക്കിപ്പോൾ തന്നെ ജസ്റ്റ് ബുള്ളോപ്പിക്ക് കിട്ടിയ എമൗണ്ട്, ക്വാർട്ടറിന് കിട്ടിയ എമൗണ്ട്, നമ്മുടെ ചെറിയ സ്ട്രീമേഴ്സിനടക്കം നല്ല ഫിനാൻഷ്യൽ ബാക്കപ്പ്. ഫൈനാൻഷ്യൽ ബാക്കപ്പ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫൈനാൻഷ്യൽ ബാക്കപ്പ്. ഓക്കെ, ഫൈനാൻഷ്യൽ ബാക്കപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് MRCയുടെ ഒരു വെൽവിഷറാണ്. കാരണം അവരുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ നിന്ന് വന്നൊരു സാധനമാണ് ഇതൊക്കെ. അവരുടെ പേഴ്സണൽ ഓഡിയോ, ബട്ട് സ്റ്റിൽ അവരുടെ ഗ്രൂപ്പിൽ വന്ന ഓഡിയോ. ഇത് പക്ഷേ ഒരു കണ്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിന് റിപ്ലൈ പറയുന്നത്. ഫൈനാൻഷ്യൽ ബാക്കപ്പ്. ഓക്കെ ബ്രോ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പം ഫൈനാൻഷ്യൽ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 1.5-2 ആഴ്ച കൊണ്ട് TVക്കകത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ശരത്തേട്ടന് 4.5 ലക്ഷം രൂപയുടെ സൂപ്പർ ചാറ്റ്. സ്റ്റീവിന് 2.25 ലക്ഷം രൂപയുടെ PC. LX2ന് 2 ലക്ഷം രൂപയുടെ PC. മുച്ചിറിക്ക് 2.25 ലക്ഷം രൂപയുടെ PC. വളരെ ചെറിയ മൈന്യൂട്ട് വാച്ചിങ്ങിൽ ഇന്നലത്തെ നമ്മുടെ LX2ൻ്റെ റവന്യൂ മാത്രം 75,000. ഇന്നലത്തെ വില്ലുമോൻ്റെ റവന്യൂ ഏകദേശം ഒരു 60,000-80,000. ആൻഡ് ഇനി വരാൻ പോണ ഈ വീക്കിൽ നമ്മുടെ TVക്കകത്ത് 2 പ്ലേയേഴ്സിന് ഒരു ഏകദേശം 2.25-3 ലക്ഷം രൂപയുടെ PC അനൗൺസ് ചെയ്യാൻ പോവാണ്. 2 പേരുടെ PC ഒരു 2.70-2.85ൻ്റെ 2 PC. കണ്ണാപ്പിക്ക് കഴിഞ്ഞ ദിവസം ഒരു ചലഞ്ച് കിട്ടിയിട്ട് രണ്ട് ഇത് PS5. 2 PS5. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം ഇതാണ് ഗൈസ്. ബീയിങ് എ ഫാൻ ഓഫ് സമ്മൺ ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ എന്ന് കരുതി ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഇതില്ല എന്ന് പറഞ്ഞു വരുത്തരുത്. അതിനോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. MRCയുടെ പ്ലേയേഴ്സിന് ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നതിൽ സന്തോഷം. നല്ല പ്ലേയേഴ്സിന് ഗ്രൈൻഡ് ചെയ്ത് അവർക്ക് അച്ചീവ്മെന്റ് കിട്ടുന്നതിൽ നല്ല സന്തോഷം. അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിൽ വലിയ സന്തോഷം എന്ന് കരുതി അവർക്കത് കിട്ടുന്നുണ്ടെന്ന് കരുതി നമുക്കത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കരുത്. ക്യാപ്ഷൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. ഈ 5 മെമ്പർഷിപ്പ് 3,400 രൂപ, 4,000 രൂപ എന്തോ ആണ്. അത് കിട്ടുന്നില്ല എന്ന് പറയുന്നതിനോട് വിയോജിപ്പുണ്ട്. അത് പറയാതിരിക്കുക, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കോച്ചിനും കിട്ടിയാൽ കോച്ചിന് മെനഞ്ഞാന്ന് 1.2 ലക്ഷം രൂപ സൂപ്പർ ചാറ്റ് ഉണ്ടായിരുന്നു. സോ അതിനോട് മാത്രമാണ് വിയോജിപ്പ്, വേറെ ഒന്നും കൊണ്ടും ഇല്ല. സ്നേഹം മാത്രം. നിങ്ങൾക്കൊരു ഗ്യാങ്ങിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഗ്യാങ്ങിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ തൊട്ടിപ്പുറത്ത് ബാക്കിയുള്ള ഒരാൾക്കും മൂഞ്ചന്മാരാണ് അല്ലെങ്കിൽ അവർക്കൊന്നും ഒരിക്കലും ഇത് കിട്ടത്തില്ല എന്ന് പറയുന്ന സാധനത്തിനോട് ദയവ് ചെയ്ത്
അങ്ങനെ പറയാതിരിക്കുക, മനസ്സിലായോ? അതേ ഉള്ളൂ. വേറെ ഹെയ്റ്റ് പറയാനൊന്നും ഇല്ല. ഞാൻ ഒരു കാര്യം കൂടെ പെർഫെക്റ്റ്ലി ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് ബ്രോ പകുതി വെച്ചാൽ നശിച്ച് പറിക്കാനായിട്ട് സിനിമാറ്റിക് തിയേറ്റർ എടാ ഒരു ചാറ്റ് വന്നതാ. സിനിമാറ്റിക് ലീഡർ ഫോർ എ റീസൺ. ഞാൻ MRCയുടെ ഫാൻസിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു കാര്യം കൂടെ, ഇപ്പോൾ അത്രയും നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും സ്നൈപ്പോ സാവേജോ ആരെങ്കിലും സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്മാരിപ്പോൾ ഇങ്ങനെ കമൻറ്റിൽ ഒരാൾ വന്ന് ഇത് കമൻറ്റിൽ ഇട്ടാൽ അതിലെന്ന് ചോദിക്കും. അപ്പോൾ അവൻ ഇങ്ങനെ കമൻറ്റ് വായിച്ചിട്ട് പറയുക IED ലീഡർ എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്ത്. അപ്പോൾ സ്നൈപ്പ് പെട്ടെന്ന് വന്നിട്ട് നേരെ പോയിട്ട് അവനോട് പറയുക, എടാ കമൻറ്റിൽ ഒരു സാധനം കണ്ടടാ IED ലീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രിഗർ ആവുമോ? അത് ട്രിഗർ ആവുമോ? ലൈക്ക് ആ സെയിം സാധനമുണ്ട്. അതാ പറഞ്ഞേ, പ്ലേയേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പേർക്ക് പ്രശ്നമുണ്ട്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഇത് നമുക്ക് ഇവരൊക്കെ MRC വരുന്നതിന് മുമ്പേ, ഇവൻ MRCയിൽ വരുന്നതിന് മുമ്പേ നമ്മളുമായിട്ട് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഈ സാധനങ്ങൾ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ഇത് MRC ഗ്യാങ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഇനി ഈ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ വെളിയിൽ ഹെയ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇത് പറയാതെ ഇതൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് പോകത്തില്ലെന്ന കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ആദ്യം തൊട്ടേ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിൽക്കുന്നത്. ഇതൊക്കെ ഗൈസ്, ഇവരൊക്കെ ടെക്സാസിലും HFലും ഉണ്ടായിരുന്ന പ്ലേയേഴ്സാണ്. ഇവർക്കൊക്കെ TV ആയിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്ന പ്ലേയേഴ്സാണ്. എത്രയൊക്കെ അവരോട് ലീഡറിനോടും കോ ലീഡറിനോടും പ്രശ്നമില്ലെന്ന് പറഞ്ഞാലും ഇത് സിറ്റുവേഷൻ ആവും, ഇത് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞത് ഇത് ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ അത് പ്രതീക്ഷിച്ച് മാത്രമേ MRC TVA എന്നുള്ളൊരു സാധനം കാണാവൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് ഇനിയും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെങ്കിൽ അത് MRCയുടെ പുതിയ ഓഡിയൻസാണ്. നിങ്ങളൊക്കെ ഇപ്പോഴല്ലേ ഗൈസ് നിങ്ങളുടെ പ്ലേയേഴ്സിനെ പോലും കാണുന്നത്. നിങ്ങളുടെ അകത്ത് കളിക്കുന്ന പ്ലേയേഴ്സിനെയൊക്കെ നിങ്ങൾ 4-5 വർഷം മുമ്പോട്ട് സിറ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇനിയും മുമ്പോട്ട് ഇങ്ങനെ ഉണ്ടാവുമ്പം നിങ്ങൾ വെളിയിൽ OCയിലിരുന്ന് ഇങ്ങനെ അബ്യൂസ് ചെയ്ത് ചിരിക്കുക ഇതാക്കുക എന്ന് പറയുന്നത് സാധനമാണെങ്കിൽ തിരിച്ച് നമ്മുടെ അടുത്തൊന്നും അത് തന്നെ എക്സ്പെക്ട് ചെയ്യാവൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഓക്കെ അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. വേറെ കോൺട്രവേഴ്സീസ് ഒന്നും ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് ബാക്കി എന്ത് വേണേൽ തീരുമാനിക്കുക. ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുക. എനിക്കിനി ആരെ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യേണ്ട. എനിക്ക് എൻ്റെ കറൻ്റ് ഇപ്പോൾ ഉള്ള വ്യൂവേഴ്സ് മതി. അല്ലാതെ വെളിയിൽ നിന്ന് ഇപ്പോൾ കാണാൻ വന്ന ആൾക്കാരെ ഇമ്പ്രസ് ചെയ്ത് എൻ്റെ അകത്തോട്ട് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. താങ്ക് യു സോ മച്ച്. ഹാരിസ് ആൻഡ് ബ്രോ, താങ്ക് യു സോ മച്ച്. 10 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. വെൽക്കം ടു ദ സ്ട്രീം. താങ്ക് യു സോ മച്ച്. ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് ആരെയും ഒന്നിലും ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നില്ല. അവരോട് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു നോക്ക്. ആർപിക്കകത്ത് പറഞ്ഞ ഒരു ക്ലിപ്സ് പോലും ഞാൻ വേറെ എടുത്തിട്ടില്ല. ആർപിക്കകത്ത് പറഞ്ഞ ആർപി കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് വെച്ച് പറയാനാണെങ്കിൽ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ കാണിക്കാറുണ്ട്. എനിക്കത് താല്പര്യമില്ല. ഞാൻ സിറ്റിക്കകത്ത് തീർത്തോളാം. പക്ഷേ ഞാൻ പറയണത് ഇതാണ്. ഇത് RP അല്ല, RPക്ക് പുറത്താ. ഇത് RPക്ക് പുറത്ത് എടാ എൻ്റെ ചാറ്റ് നോക്കിയടാ എന്ന് പറഞ്ഞിട്ട് കൂടെ ഇരിക്കുന്നതിനോട് പറഞ്ഞ് തിരിച്ച കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ അവരോടും ചോദിക്കുക, ഇതാക്കി ചോദിക്കുക. അത്രേ ഉള്ളൂ. എനിക്ക് വേറെ അതിൽ കൂടുതൽ വേറെ ഒന്നും ഇതിനകത്ത് എനിക്ക് കാരണം കോൺട്രവേഴ്സി വ്യൂസിനോട് താല്പര്യമില്ല ഗൈസ്. സീരിയസ് ആയിട്ട് ഇനി ഇതിനെപ്പറ്റി സംസാരിക്കില്ല. ഇനി ഇതിൻ്റെ ബെഡ ആൾക്കാർ വന്ന് സംസാരിച്ചാലും എനിക്കൊരു കുന്തവും ഇല്ല. ആരോ എപ്പോഴോ പറഞ്ഞതുപോലെ എനിക്ക് ദൈവം തമ്പുരാനെ അല്ലാതെ വേറെ ഒരാളെയും പേടിയില്ല. അതുകൊണ്ട് എനിക്ക് വേറെ ആരെയും ഇമ്പ്രസും ചെയ്യേണ്ട, ഒരാളെ ഇതും ചെയ്യേണ്ട. ഞാൻ എൻ്റെ ഇതായിട്ട് മുന്നോട്ട് പോകും. നാളെ തൊട്ട് ഈ ഡിസ്കഷൻ ഇതിനകത്ത് ഉണ്ടാകത്തില്ല. ഓക്കെ താങ്ക് യു സോ മച്ച്. കോൺട്രവേഴ്സി വ്യൂവേഴ്സിനെല്ലാം ലെറ്റ്സ് ഗോ ബാക്ക് ടു യുവർ ഫേവറേറ്റ് ചാനൽ. നേരെ വിട്ടോ. ഇത്രേ പറയാനുള്ളൂ. ഓക്കെ. T47 ഇഷ്യൂ. T47 അതുകൂടെ പറയാം. T47 അത് കുറച്ച് ശിഖണ്ഡികളുണ്ട്. ഈ ശിഖണ്ഡികളുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഗൈസ്? ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവന്മാർ സിറ്റിക്കകത്ത് കയറിയിട്ട് എടാ ഞാനൊരു മാർക്ക് ഇടാടാ അങ്ങോട്ടൊന്ന് പോയടാ എന്ന് പറയും. ആ മാർക്കിൽ TVA vs SRR സിറ്റുവേഷൻ നടക്കുമായിരിക്കും. എന്നിട്ട് അവിടെ പോയി മൂപ്പിച്ച് ഇങ്ങനെ തൊലിച്ചോണ്ടിരുന്നിട്ട് പറയും നീ ഇവന്മാരുടെ അടുത്ത് ഈ കണ്ട ശിഖണ്ഡികളുടെ അടുത്തൊക്കെ സംസാരിക്കണം എന്തിനാണ് നീ ഇതാക്ക്. എന്ത് നാച്ചുറൽ ആണെന്നറിയാവോ? എന്ത് നാച്ചുറൽ ആയിട്ടാണ് വന്ന് സിറ്റുവേഷൻസ് എടുക്കുന്നതെന്ന് അറിയാവോ? എന്നിട്ട് പറയും നമുക്ക്
നമുക്ക് ഈ മാസം സിറ്റുവേഷൻ വേണ്ട, അടുത്ത മാസം ആക്കാം. കാരണം എക്സാം കഴിഞ്ഞല്ലേ, പിള്ളേരെല്ലാം വന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്ക് KV ഒക്കെ സിറ്റി അങ്ങ് ഭരിക്കുവാണല്ലോ എന്ന്. കഴിവുള്ളവർ സിറ്റി ഭരിക്കും ബ്രോ, KV ഭരിക്കും, TVയും ഭരിക്കും, അങ്ങനെ കഴിവുള്ളവരൊക്കെ ഭരിക്കും. നിനക്കൊക്കെ സ്കൂളിൽ പോകണമെന്നുള്ളത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് വരുമ്പോൾ കളിക്കാൻ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ. അത് അപ്പോൾ അന്നേരം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അന്നേരം നിങ്ങളുടെ ആൾക്കാർ വരുമ്പോൾ മാത്രമേ ഈ മെസ്സ് അടിക്കാവൂ. അതേ എനിക്ക് പറയാനുള്ളൂ. അവൻ്റെയൊക്കെ മെസ്സടി, നിൻ്റെയൊക്കെ സ്കൂൾ അടച്ചിട്ട് വാ, നീയൊക്കെ അന്നേരം തരാം സ്കൂൾ അടച്ച് കഴിയുമ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. എന്നിട്ട് അമ്പി കളിക്കുമായിരുന്നു, അതാണ് പ്രശ്നം. എന്നിട്ട് അമ്പി കളിക്കും, നമ്മളൊന്നും പറഞ്ഞില്ല, TV ഒന്നും പറഞ്ഞില്ല. ഞാൻ ക്ലിപ്പൊന്നും എടുത്ത് വെച്ച് കാണിക്കുന്നില്ല, വേണ്ട. ഇവിടെ ഈ മറ്റേ കണ്ടന്റ് എടുത്ത് കുറേ ആൾക്കാർ ഓൾറെഡി അതൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് വെറുതെ എനിക്ക് ഇതൊന്നും എടുത്ത് വെച്ച് ഞാൻ കാണിക്കുന്നില്ല. ഞാനിപ്പോൾ RPക്കകത്ത് തന്നെ തീർക്കാം, നമുക്ക് അതാണ് നല്ലത്. ഇത് വെളിയിലോട്ട് കൊണ്ടുവന്ന പണ്ടത്തെ KV vs TV ഒക്കെ പോലെ ആയി പോകും. വയ്യ. അപ്പം ഞാനത് പറഞ്ഞ കാര്യത്തിന് എനിക്ക് റിപ്ലൈ പറഞ്ഞേ ഉള്ളൂ, കളിയാക്കിയത് തന്നെയാണ്. അപ്പം എനിക്കത് തിരിച്ചു പറയാനുള്ള റൈറ്റ് ഉണ്ട്. സോ അത് ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ടിരുന്ന് അബ്യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം. അവരിനി വീണ്ടും ഇത് തുടരുവാണെങ്കിൽ മാത്രം ഇതാക്കത്തുള്ളൂ. ഇറ്റ്സ് മീ സിജു.